കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് ഗിയറിൽ വിടണം, ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വിടണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല കുത്തനെയുള്ള ഇറക്കം ആരും ചെയ്യരുത്, പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും. അപ്പം ഞാൻ ദേ 4th ഗിയറിലോട്ട് ഇട്ടിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വാഹനം എന്തേ പോകുന്ന നോക്കിക്കോണേ, ചുമ്മാ പോവാ. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരു കാരണവശാലും ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്, വാഹനം എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇറക്കത്തിലോ അല്ലെങ്കിൽ ഒരു കുത്തനെയുള്ള കയറ്റത്തിലൊക്കെ നിർത്തുന്ന സമയത്ത് നമ്മൾ ഗിയറിൽ ഷിഫ്റ്റ് ചെയ്തിടാറുണ്ട്. അതായത് ഏത് ഗിയറിലിടണമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു അയച്ചു തന്നൊരു വീഡിയോ ആണ്, കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് ഗിയറിൽ വിടണം, ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വിടണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഫ്രണ്ടിലോട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇറക്കത്തിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഇറങ്ങും, റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല എന്നുള്ള രീതി തെറ്റാണോ ശരിയാണോ എന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ, റിവേഴ്സിലിടണോ ഫസ്റ്റിലിടണോ എന്നുള്ളൊരു കാര്യത്തിനും കൂടെ ഒരു കൃത്യമായിട്ടൊരു രീതി ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഞാനിപ്പോൾ ഈ വാഹനം ഫസ്റ്റ് ഗിയറിലാണ് ഇട്ടിരിക്കുന്നത്. ആരും തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ദേ ഫസ്റ്റ് ഗിയറിൽ എൻഗേജ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു, വാഹനം ഇപ്പോൾ ഗിയറിലാണ്. അതെ, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, വാഹനം ഇപ്പോൾ ഗിയറിലാണ്. ഫസ്റ്റ് ഗിയർ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള ഇറക്കം ആരും ചെയ്യരുത്, പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വാഹനത്തിന് എന്തെങ്കിലും അനക്കം ഉണ്ടോ? ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഏതായാലും ഒന്ന് ക്ലച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പം ക്ലച്ച് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ക്ലച്ച് ചവിട്ടി. ഓക്കെ, ക്ലച്ച് ചവിട്ടിയപ്പോൾ നിങ്ങൾ കണ്ടു, വണ്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടി. ഓക്കെ, ഇവിടെ നിന്നു. ഇനി ഈ വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കിക്കോ. പോകുന്നുണ്ടോ, കണ്ടോ? അതായത് വാഹനം ഇപ്പോൾ ഒരു അല്പം ഒന്ന് ഇറങ്ങി. ഇനി ഇറക്കത്തിൽ നമ്മൾ ഇടേണ്ട ഗിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രണ്ടിലോട്ടുള്ള ഇറക്കമാണെങ്കിൽ റിവേഴ്സ് ഗിയർ ആണെന്നാണ് പറയുന്നത്. വാ, നമുക്ക് റിവേഴ്സ് ഗിയർ ഒന്നിടാം, നോക്കിക്കോണം. ബ്രേക്ക് ഔട്ടി, റിവേഴ്സ് ഇട്ടു, ലോഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ റിവേഴ്സിൽ ലോഡ് ചെയ്താണ് ഈ വാഹനം ഇപ്പം നിൽക്കുന്നത്. ഇത് സേഫ് ആണോ? ഒരു കാരണവശാലും അല്ല. കണ്ടോ, പോകുന്ന കണ്ടോ? ഇപ്പോൾ വാഹനം ഇറങ്ങി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കാണാം, റിവേഴ്സ് ഗിയറിലാണ് വാഹനം, ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. പക്ഷേ റിവേഴ്സ് ഗിയറിലാണെങ്കിൽ ഫ്രണ്ടിൽ പോവുമോ? 100% പോവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, വാഹനം ഗിയറിലിടണമെന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വാഹനം റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഹാൻഡ് ബ്രേക്ക് ഇറക്കത്തിലാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചോണം. അതായത് ഈ കാണുന്ന ഹാൻഡ് ബ്രേക്ക് ഉറപ്പായിട്ടും നിങ്ങളൊരു ഇറക്കത്തിലോ കയറ്റത്തിലോ നിർത്തുകയാണെങ്കിൽ ഇട്ടേ പറ്റൂ. ഇനിയിപ്പോൾ ഈ ഒരു സംശയം വരത്തില്ല, റിവേഴ്സ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറക്കത്തിലാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ അങ്ങ് ലോക്കായി നിൽക്കുമെന്നൊക്കെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഇല്ല. ഹാൻഡ് ബ്രേക്ക് ഞാൻ വിട്ട് കഴിഞ്ഞാൽ വണ്ടി പോവും, ശ്രദ്ധിച്ചോണം, അനങ്ങും. പോകുന്നു കേട്ടോ, പോവും. അപ്പം റിവേഴ്സ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിവേഴ്സ് ഗിയറിലാണ് ഇപ്പോൾ ഈ വാഹനമുള്ളത്. അപ്പോൾ റിവേഴ്സ് ഗിയറിലും കഥയൊന്നുമില്ല, റിവേഴ്സിലാണെങ്കിലും ഫസ്റ്റിലാണെങ്കിലും കണക്കാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിയുന്നതാണോ, ഫസ്റ്റിലിടുന്നതാണോ റിവേഴ്സിലിടുന്നതാണോ ഏറ്റവും നല്ലത്? നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. വാഹനം ഓടിക്കുന്ന പലരുടെയും മനസ്സിലെ സംശയമാണ്, പാർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കയറ്റം കയറി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്തോ നമുക്കൊരു നിരപ്പിൽ പാർക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് രീതിക്ക് പാർക്ക് ചെയ്യും? അതായത് ഫസ്റ്റ് ഗിയറിൽ പാർക്ക് ചെയ്യണം അതോ റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഏതായാലും നമ്മളിടും. എന്നാലും ഹാൻഡ് ബ്രേക്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു വലിയൊരു ഡൗട്ട് തന്നെയാണ്. കാരണം ചിലർ പറയും ഹാൻഡ് ബ്രേക്കിൽ ഇട്ടാൽ പോലും നല്ല കുത്തനെയുള്ള ഇറക്കമാണെന്നുണ്ടെങ്കിൽ വാഹനം പതുക്കെ എങ്കിലും ഇറങ്ങാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഗിയറിൽ പാർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ. അതായത് ഫസ്റ്റും റിവേഴ്സും ഒഴിച്ച് ബാക്കി ഒരു ഗിയറിൽ നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിലേത്, ഫസ്റ്റിൽ പാർക്ക് ചെയ്യണോ റിവേഴ്സിൽ പാർക്ക് ചെയ്യണോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് തീർക്കാം. ഇനി ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് ഈ വാഹനം എൻഗേജ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ഏകദേശം 2000 RPM ഏത് സ്പീഡ് വരെ ചെല്ലുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിയറിൽ ഞാനിപ്പം കൊടുക്കുകയാണ്. ഏകദേശം 2000 RPM എത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ വരുന്നൊരു സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ഏകദേശം 20-ന് താഴെ 2000 RPM മെയിൻറ്റെയിൻ ചെയ്താണ് ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഫസ്റ്റ് ഗിയറിലുള്ളൊരു കണ്ടീഷനാണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് റിവേഴ്സും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ നേരെ റിവേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 2000 RPM ആകാൻ വേണ്ടിയിട്ട് സ്പീഡും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. 2000 ഇപ്പോൾ 2 ആയപ്പോഴേക്കും ഏകദേശം രണ്ടും സെയിം തന്നെയാണ് നമുക്കിപ്പം കിട്ടുന്നത്.
ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലും ഒരേ RPM നമുക്ക് കിട്ടുന്ന സ്പീഡ് സെയിം തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല, അതൊന്ന് കാണിച്ചു തരാനായിരുന്നു ഞാൻ മെയിനായിട്ട് അങ്ങനെ ഇട്ടത്. ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങളൊരു 4th ഗിയറിലാണ് ഒരു ഇറക്കത്തിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ വാഹനം വളരെ സ്പീഡായിട്ട് ഇറങ്ങിപ്പോകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എഞ്ചിൻ്റെ കറക്കവും ഗിയർ ബോക്സിൻ്റെ കറക്കവും എല്ലാം സെയിം കറക്കമാണ് വരുന്നത്. അതുകൊണ്ടാണ് 4th ഇട്ട് കഴിയുമ്പോഴത്തേക്കും എഞ്ചിൻ കറങ്ങുന്നത് പോലെ തന്നെ കറങ്ങി പെട്ടെന്ന് വാഹനം ചുമ്മാ ഉരുണ്ട് പോകുന്നതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഫസ്റ്റ് ഗിയറിൽ ഇടണോ റിവേഴ്സ് ഗിയറിൽ ഇടണോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം റിവേഴ്സ് ഗിയറിൽ തന്നെ ഇടണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ എന്ന് പറയുമ്പോൾ ഒരു ഗിയറിൻ്റെ സപ്പോർട്ടും കൂടെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എപ്പോഴും നല്ലത് ഫസ്റ്റ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് നിങ്ങൾ റിവേഴ്സ് ഗിയറിൽ തന്നെ പാർക്ക് ചെയ്യണം. രണ്ടിൻ്റെയും RPM സെയിം തന്നെയാണ്, കാരണം റൊട്ടേഷൻ സെയിം തന്നെയാണ് വരുന്നത്, സ്പീഡും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിൽ തന്നെ പാർക്ക് ചെയ്യുക, വേറെ മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കുക. അതിപ്പോൾ ഒരു കയറ്റത്തിൽ കയറുന്ന സമയത്താണെങ്കിലും ഒരു ഇറക്കത്തിൽ ഇറങ്ങുന്ന സമയത്താണെങ്കിലും റിവേഴ്സ് ഗിയറിൽ തന്നെ പാർക്ക് ചെയ്യണം. ഇനി ഒരു കയറ്റത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് വാഹനം 4th ഗിയറിലിട്ട അനങ്ങുമില്ല എന്നൊരു സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇപ്പോൾ അത് തീർത്തായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു കയറ്റത്തിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി ഞാൻ 4th ഗിയറിലോട്ട് ഇടാം. അപ്പം ഞാൻ 4th ഗിയറിലോട്ട് ഇട്ടിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വാഹനം എന്തേ പോകുന്ന നോക്കിക്കോണേ, ചുമ്മാ പോവുക. ആരും ഈ പരീക്ഷണം കാണിക്കരുത്, വേറൊന്നും കൊണ്ടല്ല. ഇതൊന്നും ഒട്ടും സേഫ് അല്ല. നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. ഇനി തൊട്ട് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് നിരപ്പിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട കാര്യമില്ല. ഹാൻഡ് ബ്രേക്കോ അഥവാ പാർക്കിംഗ് ബ്രേക്ക് ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗിയറിലോട്ട് മാത്രം ഇടുക. ഇനി അതല്ല നിങ്ങളിപ്പോൾ ഒരു കയറ്റത്തിലൊക്കെയാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹാൻഡ് ബ്രേക്ക് ഇട്ടോണം. അത് ഹാൻഡ് ബ്രേക്ക് ഒരുപാട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒന്ന് കൊള്ളിച്ച് വെച്ചോണം. അതായത് ഒരു പിടുത്തം വേണം. ആ ഒരു പിടുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കുത്തനെയുള്ള കയറ്റത്തിലും നിങ്ങൾക്ക് റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.